ഇക്വഡോറിൽ ജനക്കൂട്ടം ഒരാളെ തല്ലിക്കൊന്ന് ജീവനോടെ കത്തിച്ച സംഭവം വിവാദമാകുന്നു. ഒരു ബ്രിട്ടീഷ് പൗരനാണ് ഇത്തരത്തിൽ ഇവരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇയാളുടെ പേരോ മറ്റു വിശദാംശങ്ങളോ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേർ പിടിയിലായതായി സൂചനയുണ്ട്. ഇക്കാര്യത്തിലും അവിടുത്തെ സർക്കാരോ പോലീസോ സ്ഥിരീകരണം നൽകിയിട്ടുമില്ല. ഈ മേഖല എല്ലാ കാലവും അധോലോക സംഘങ്ങളുടെയും മാഫിയ പ്രവർത്തനങ്ങളുടെയൊക്കെ തന്നെ ഒരു വിളനിലമാണ്. എപ്പോഴും ഇവിടെ മാഫിയ സംഘങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടലുകൾ നടക്കാറുണ്ട്. അതുപോലെ വഴിയരികിൽ പല ദിവസങ്ങളിലും വെടിവെച്ച് കൊല്ലപ്പെട്ട നിലയിൽ നിരവധി മൃതദേഹങ്ങളും കണ്ടെത്താറുണ്ട്. ഇവിടുത്തെ മാഫിയ അടിച്ചമർത്താൻ സർക്കാരിനോ പോലീസിനോ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആ രാജ്യത്തെ പ്രസിഡന്റ് പോലും അവരെ അടിച്ചമർത്തുമെന്ന് പറഞ്ഞിട്ട് ഇനിയും അക്കാര്യം പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിച്ചിട്ടുമില്ല. ബ്രിട്ടീഷ് പൗരൻ ചെയ്ത തെറ്റാണ് എന്താണെന്ന കാര്യം ഇനിയും വ്യക്തമല്ല. ഇയാൾ അവിടുത്തെ നാട്ടുകാർക്ക് നേരെ വെടിവെച്ചു എന്നാണ് പറയപ്പെടുന്നത്. തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് വലിയൊരു ജനക്കൂട്ടം ഇരച്ചെത്തുകയായിരുന്നു. ജനങ്ങൾ എത്തിയപ്പോൾ പോലീസുകാർ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവർ ഈ ബ്രിട്ടീഷ് പൗരനെന്ന് പറയപ്പെടുന്ന ആളിനെ അതിഭീകരമായി ആൾക്കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയും അയാളെ ഏതാണ്ട് മൃതപ്രായനാക്കിയതിന് ശേഷം തീ കത്തിക്കുകയും ആണ് ചെയ്തത്. ഒരു മനുഷ്യനെ ജീവനോടെ കത്തിച്ചിട്ട് പോലും അവിടുത്തെ പോലീസ് അധികൃതർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ മേഖലയിൽ ഈ മാഫിയ സംഘങ്ങൾ എത്രമാത്രം ശക്തമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.